ശരി, ശ്രീത് പണിക്കർ, അത് കാണേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ചുമതല ഏറ്റെടുക്കുന്നത് അത് ഉചിതമായ ഒരു കാര്യമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പോളിറ്റ് ബ്യൂറോയിൽ പോലും വോട്ടെടുപ്പ് വേണ്ടി വന്നു. ഇപ്പോൾ ഓരോ കമ്മിറ്റികളിൽ നിന്നും ഉയരുന്ന അപശബ്ദങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തോൽവിക്ക് ഉത്തരവാദി രണ്ടുപേരെന്ന രീതിയിലാണ് പിണറായി വിജയനും MV ഗോവിന്ദനും. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കരുതായിരുന്നു എന്ന രീതിയിലുള്ള എതിർ ശബ്ദങ്ങളാണ് വരുന്നതും ജില്ലാ കമ്മിറ്റികളിൽ നിന്നും മറ്റും. ഇപ്പോഴത്തെ പാർട്ടിയുടെ വിലയിരുത്തൽ നടക്കുകയാണല്ലോ ഓരോ കമ്മിറ്റികളിലും. അപ്പോഴും ഇതേ അപശബ്ദം കേൾക്കുന്നുണ്ട് വെളിയിലേക്ക്. ഉചിതമാണോ അദ്ദേഹത്തിൻ്റെ ഈ തീരുമാനം? എന്തായാലും അദ്ദേഹം തീരുമാനിച്ചാണല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നത്. തീർച്ചയായിട്ടും ശ്രീ മഞ്ജുഷ്, ഞാനതിൽ പ്രാഥമികമായി കരുതുന്നത് അദ്ദേഹം ആയിരുന്നില്ല, കുറച്ചുകൂടി ചെറുപ്പമായിട്ടുള്ള മറ്റൊരാളിനെ ഇത്തവണ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് വേണ്ടി CPM നിയോഗിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട്. അത് പറയുന്നതിന് കാരണം ശ്രീ പിണറായി വിജയൻ്റെ 10 വർഷം നീണ്ടു നിന്നിരുന്ന നയങ്ങളും നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ശൈലിയും ഈ തെരഞ്ഞെടുപ്പിൽ CPMനെ കാര്യമായിട്ട് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി, വീണ്ടും മാൻഡേറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെ ഏതാണ്ട് 6 റൗണ്ട് വരെ ലീഡ് പിടിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ആയിരുന്നില്ല മാൻഡേറ്റ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നുള്ള ഒരു ചുമതല ഏൽപ്പിക്കാനായിട്ട് ജനം ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃപാടവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഇപ്പോഴും ജനങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ ഭൂരിപക്ഷം ഇത്തവണയും ആൾക്കാർ നൽകുമായിരുന്നു. അതുതന്നെയായിരുന്നു അവരുടെ പ്രതീക്ഷയും. അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു പരാജയത്തിന് കാരണമായിരിക്കുന്ന 99 സീറ്റിൽ നിന്ന് കേവലം 35 സീറ്റിലേക്ക് പാർട്ടിയെ ഒതുക്കിയിരിക്കുന്ന, 1/3 അതിൻ്റെ നിയമസഭയിലെ അംഗബലത്തിനെ കുറച്ചിരിക്കുന്നതിന് നേതൃത്വം നൽകിയിരിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് നാടൊട്ടുക്ക് അദ്ദേഹത്തിൻ്റെ മാത്രം ചിത്രം കൊണ്ട് വലിയ ഹോർഡിങ്ങുകൾ തീർത്ത് ഒരു തുടർ ഭരണത്തിന് വേണ്ടി അഭ്യർത്ഥന നടത്തിയിരുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് അദ്ദേഹം തന്നെ ഇനി ആ നേതൃസ്ഥാനത്ത് തുടരുക എന്ന് പറയുന്നത് ജനം ആഗ്രഹിക്കുന്നതല്ല. ഒരുപക്ഷെ CPMൽ തന്നെ ആൾക്കാർ പലരും അത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വരുന്ന ചർച്ചകളുടെയും ന്യൂസ് റിപ്പോർട്ടുകളും. പക്ഷെ വേറെ ആര് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, വേറെ ആര് എന്നുള്ള കാര്യം കൂടി ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് പറയാം ശ്രീ KN ബാലഗോപാൽ ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശ്രീ ബാലഗോപാലിനെ അവർക്ക് തെരഞ്ഞെടുക്കാമായിരുന്നു. സജി ചെറിയാനുണ്ട്. പക്ഷെ സജി ചെറിയാൻ പലപ്പോഴും അദ്ദേഹത്തിന്റെ നാക്ക് കൊണ്ട് തന്നെ പല വിവാദങ്ങളിലും വരികയും ഒരിക്കൽ മന്ത്രിയായിരുന്നപ്പോൾ ആ മന്ത്രിസ്ഥാനം തന്നെ നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഇരുത്തം വന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക് കഴിഞ്ഞ മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരാളെന്ന നിലയ്ക്ക് താരതമ്യേന ഇപ്പോൾ ഗോവിന്ദൻ മാഷിൻ്റെയോ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ്റെയോ ഒക്കെ ശരീരഭാഷയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ശരീരഭാഷ അടക്കം പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അവർക്ക് ശ്രീ KN ബാലഗോപാലിനെ ഒരുപക്ഷെ അദ്ദേഹത്തിനെ